കഴിഞ്ഞ ദിവസം ഒരു പൊതുയോഗത്തിൽ വെച്ചാണ് കൊയിലാണ്ടി എംഎൽഎയും കോഴിക്കോട് DCC അധ്യക്ഷനുമായ കെ പ്രവീൺകുമാർ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. 13-13 എന്നുള്ളതായിരുന്നു താൻ മാധ്യമങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞിരുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ്. അതായത് കോഴിക്കോട് ജില്ലയിലെ 13 സീറ്റുകളും UDF തൂത്തുവാരും എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. അന്ന് അത്ര അനുകൂല രാഷ്ട്രീയ സാഹചര്യമില്ലെങ്കിൽ പോലും പിന്നീട് ആ 13-ൽ 12 നേടി ബേപ്പൂർ മാത്രമാണ് നേടാൻ കഴിയാതെ പോയത്. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്ഥാനാർത്ഥിത്വത്തിൽ പിഴവുണ്ടായി എന്ന് തുറന്ന് സമ്മതിക്കുന്ന രീതിയിലാണ്. അതായത് PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ആണ് തോൽവിക്ക് കാരണം എന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനം വരുന്ന രീതിയിലാണ് കെ പ്രവീൺകുമാറിന്റെ ഈ ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. പ്രവീൺകുമാർ വ്യക്തമാക്കുന്നത് അവിടെ കോണി ചിഹ്നത്തിലോ കൈപ്പത്തി ചിഹ്നത്തിലോ ആയിരുന്നു ഒരു സ്ഥാനാർത്ഥിയെങ്കിൽ തീർച്ചയായും ബേപ്പൂരിൽ കൂടി UDF വിജയിക്കുമായിരുന്നു എന്നുള്ളതാണ്. അതായത് PV അൻവർ സ്ഥാനാർത്ഥിയായതോടുകൂടി അത്തരമൊരു സാധ്യത ഇല്ല എന്ന് പറയാവുന്ന രീതിയിലേക്കാണ് പ്രവീൺകുമാറിന്റെ ഈ വിവാദ പരാമർശം. ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട്. ഇതിന് മറുപടി നൽകിക്കൊണ്ട് PV അൻവർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. PV അൻവർ ഫേസ്ബുക്കിലിട്ട കുറിപ്പിൽ ചതിച്ചതാര് ചന്തു തന്നെ, മഷിയിട്ട് നോക്കേണ്ട കാര്യമില്ല, ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ വിളിച്ചു പറഞ്ഞത് കേട്ടു. അതായത് ഉത്തരവാദിത്തപ്പെട്ടവർ എന്ന് പറയുമ്പോൾ കോഴിക്കോട് DCC അധ്യക്ഷനാണ് അദ്ദേഹം. മാത്രമല്ല ഈ താൻ പിണറായിസത്തിനും മരുമോനിസത്തിനും കുടുംബാധിപത്യത്തിനും എതിരായി നടത്തിയ ഒറ്റയാൽ പോരാട്ടം തന്നെയാണ് 102 സീറ്റിന്റെ ഉയരത്തിലേക്ക് ചവിട്ടിക്കയറാൻ UDFനെ പ്രാപ്തമാക്കിയത്. തന്റെ രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാതെയും പൊതുസമൂഹത്തിന്റെ മുന്നിൽ താൻ അതെല്ലാം സ്ഥാനമാനങ്ങൾ ഉൾപ്പെടെ തിരിച്ചുകൊണ്ടാണ് അത് തുറന്നു കാണിച്ചത്. അത് ആരും മറക്കരുത് എന്ന് PV അൻവർ പറയുന്നു. മലർന്നു കിടന്ന് തുപ്പുന്നവർ ഈ മുന്നണിയുമായി സഹകരിക്കാൻ ഭാവിയിലും തയ്യാറായേക്കാവുന്ന സംഘടനകൾക്കും വ്യക്തികൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും നൽകുന്ന സന്ദേശം എന്താണ് എന്ന് കൂടി വ്യക്തമാക്കേണ്ടതുണ്ട് എന്ന് PV അൻവർ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുൻപ് പ്രചരണത്തിനെത്തിയ നിലവിലെ മുഖ്യമന്ത്രി VD സതീശൻ ഒരു യോഗത്തിൽ വെച്ച് ബേപ്പൂരിൽ PV അൻവറിനെ വിജയിപ്പിച്ചാൽ ബേപ്പൂരിന് ഒരു സമ്മാനമുണ്ട് എന്ന് പറഞ്ഞതിലൂടെ മന്ത്രിസ്ഥാനം സ്വപ്നം കണ്ടവരുടെ ഉറക്കം കെട്ടിരുന്നു എന്നതും പുനഃപരിശോധിക്കേണ്ടതുണ്ട്. ഇത് കണ്ടപ്പോൾ ബ്രൂട്ടസയെ നീയും എന്നെനിക്ക് തോന്നിയില്ല. കാരണം എനിക്കിത് അന്നേ മനസ്സിലായതാണ്. പാളയത്തിലെ ചതിയും പിന്നിൽ നിന്നുള്ള കുത്തും ഏറെ വേദനിപ്പിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. എന്റെ നിശബ്ദമായ പിൻവാങ്ങലിന് കാരണവും അതാണ് എന്ന് PV അൻവർ കുറിക്കുകയാണ്. അത് മാത്രമല്ല അതിന്റെ ചരിത്രപരമായ പാരമ്പര്യത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് ഇതിന്റെ ഒരു കാരണമെന്നും താൻ ചതിക്കപ്പെട്ടു എന്ന് ഈ സമൂഹത്തോട് വിളിച്ചു പറയാൻ തനിക്ക് ജാള്യതയുണ്ട്. പക്ഷേ അത് താൻ ചെയ്യാത്തത് തന്റെ ചരിത്രപരമായ പാരമ്പര്യത്തിൽ കൊണ്ടാണ്. ഞങ്ങൾ ചതിച്ചത് തന്നെ എന്ന് വിളിച്ചു പറയാൻ ഉളുപ്പില്ലാത്തവരുണ്ടെങ്കിൽ ഇനിയും പറയട്ടെ എന്ന് കെ പ്രവീൺകുമാറിനെ ഉദ്ദേശിച്ചുകൊണ്ട് PV അൻവർ പറയുകയാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പരസ്പരം ഒരുമിച്ചവർ ഇപ്പോൾ പരസ്പരം വിഴുപ്പലക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ബേപ്പൂർ തോൽവിയുടെ പേരിൽ കാണാൻ കഴിയുന്നത്. ശരി, റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.